വികാരത്തിന് അനേക മുഖങ്ങളുണ്ട്, അനേക തലങ്ങളുണ്ട്, അനേക പ്രദേശങ്ങളുണ്ട് ശരീരത്തിൽ തന്നെ. ഇന്ദ്രിയങ്ങളെല്ലാം വികാരപരമായി ഉത്തേജിപ്പിക്കാൻ കഴിയും. ഇന്ദ്രിയങ്ങളെയെല്ലാം വിചാരപരമായി ശാന്തമാക്കാൻ കഴിയും. അങ്ങനെയാണ് സ്വാമിജി വിത്തേഷണയെക്കുറിച്ച് പറയുമ്പോൾ, ലൈംഗികതയെക്കുറിച്ച് പറയുമ്പോൾ തലച്ചോറിലാണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞത്. തീർച്ചയായും വികാരപരതയിൽ ആവശ്യം, അനാവശ്യം, അത്യാവശ്യം എന്നതിനെയെല്ലാം മാറ്റിമറിക്കാൻ കഴിയും. വിചാരത്തിൻ്റെ ലോകത്ത് മാറ്റിമറിക്കാൻ കഴിയില്ല. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഏഷണയെക്കുറിച്ച് പറഞ്ഞു വന്ന് വഴിമാറി നമ്മൾ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു അശാസ്ത്രീയമായ ഒരു വലിയ ഏരിയയിലേക്കാണ് നമ്മൾ പോയത്. ഒരർത്ഥത്തിൽ എനിക്ക് തന്നെ ഉണ്ടായിരുന്ന പല അന്ധവിശ്വാസങ്ങളും, ശാസ്ത്രത്തെക്കുറിച്ചുള്ളൊരു അന്ധവിശ്വാസവും ഒന്ന് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു സ്വാമിജിയുടെ വാക്കുകൾ. നമുക്കതുവഴി തന്നെ പോകാമോ? തീർച്ചയായും. ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ കാര്യകർത്താക്കൾ പൂർണ്ണമായും കച്ചവടക്കാരാണ്. മനസ്സിലായി സ്വാമിജി. കച്ചവടത്തിന് രണ്ട് ധർമ്മങ്ങളുണ്ട്. ഒന്ന് കച്ചവടം ചെയ്ത് പണം സമ്പാദിക്കുക എന്ന ധർമ്മം. ഒരു പക്ഷേ കച്ചവടത്തിൻ്റെ ലക്ഷ്യമായും സാധനയായും ലോകം കണക്കാക്കുന്നത് അതിനെയാണ്. അതെ സ്വാമിജി. രണ്ട്, പല കാര്യങ്ങളിൽ കിടന്ന് വിഷമിക്കുന്ന തൻ്റെ സമസൃഷ്ടങ്ങളോട് സ്നേഹമുണ്ടാവുകയും അവർ ചെയ്യുന്ന പല കർമ്മങ്ങളിൽ അവരുറച്ചു നിൽക്കുവാൻ പ്രേരണ ചെലുത്തിക്കൊണ്ട് മർമ്മപ്രധാനങ്ങളായ അവരുടെ ആവശ്യങ്ങളെ അവരുടെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും വികലമാക്കാതെ എത്തിച്ചു കൊടുത്ത് സഹായിക്കുകയും സാമൂഹ്യ ഘടനയിൽ അങ്ങനൊരു സഹായം എത്തിക്കുന്നതിലൂടെ അവരുടെ അറിവിനെ സമ്പർക്കം വഴി നേടുകയും ചെയ്യുക. വളരെ ഉദാത്തീകരിക്കപ്പെട്ട ഒരു കച്ചവടത്തിനൊരു വശമാണ് സ്വാമിജി പറയുന്നത്. വൈശ്യസങ്കല്പം ഇന്ത്യൻ സംസ്കൃതിയിൽ ഇതാണ്. അതുകൊണ്ടാണല്ലേ സ്വാമിജി പല മഹാരഥന്മാരുടെ കാര്യങ്ങൾ പറയുമ്പോഴും വളരെ ദുരിതപൂർണമായ അവസ്ഥയിൽ നീങ്ങുമ്പോഴും ഒരു കച്ചവടക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു സമ്പന്നൻ്റെ സഹായത്താൽ, ഇപ്പം മാർക്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ തീർച്ചയായും അങ്ങനെ വരും. വലിയ സ്വാമിജി പറയുന്ന ഏരിയയാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ശരിക്കും അതാണ് ഇന്ത്യ സ്വപ്നം കണ്ട വൈശ്യ സംസ്കൃതി. പ്രാചീന കാലത്ത് ആ വൈശ്യ സംസ്കൃതി രൂപാന്തരപ്പെട്ടിടത്ത് ഏറ്റവും ശ്രദ്ധേയമായി ചെയ്തത് ഇതാണ്. മനസ്സിലായി സ്വാമിജി. എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഒരുവന് അവൻ്റെ ദൈനംദിന ആവശ്യത്തിന് കൊടുക്കവാങ്ങലുകളിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഏകാഗ്രത കൊടുക്കവാങ്ങലുകളുടെ വികാരം കൊണ്ട് തകരരുത്. വളരെ സൂക്ഷ്മമാണല്ലേ സ്വാമിജി. അപ്പോൾ ഞാൻ കൊടുക്കവാങ്ങലിൻ്റെ ലോകത്താണ് എൻ്റെ ബുദ്ധി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടും നാളെ എനിക്ക് ആ ബുദ്ധിയിലേക്ക് വളരേണ്ടതാണെന്നുള്ളത് കൊണ്ടും അയാളെ സഹായിക്കുന്നതിലൂടെ അത് ഞാൻ നോക്കിക്കൊള്ളാം, അങ്ങയുടെ ബുദ്ധി താഴണ്ട, അങ്ങയ്ക്ക് വേണ്ട സാധനങ്ങളുടെ ക്വാളിറ്റി, അങ്ങയ്ക്ക് വേണ്ട വസ്തുക്കൾ ഇവയൊക്കെ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി അത് എത്തിച്ചു കൊടുക്കുക. അത് കിട്ടാവുന്ന സ്ഥലങ്ങൾ, അത് കണക്ട് ചെയ്യാവുന്ന കണക്ഷൻസ്, അതവിടെ എത്തിച്ചു കൊടുക്കൽ മുതലായ കാര്യങ്ങളുടെ മുഴുവൻ ചുമതല ഞാൻ ഏൽക്കുന്നു. എൻ്റെ മുകളിൽ
ഭരണകാര്യങ്ങളിലും മറ്റുള്ളതിലും താല്പര്യപൂർവം പ്രവർത്തിക്കുന്ന ആളുകൾക്കും വീട്ടാവശ്യങ്ങളുണ്ട്. കുളി പല്ലുതേപ്പം മുതലായ ആവശ്യങ്ങളുണ്ട്. പാല് മുതലായവ ആവശ്യമുണ്ട്. ഞാനത് എത്തിച്ചോളാം, നിങ്ങളതിന് ഓടി അണയണ്ട, എന്നെ വിശ്വസിച്ചോളൂ, ഞാൻ ചതിക്കില്ല. നിങ്ങൾക്ക് സമയത്തത് കിട്ടിയിരിക്കും. ഇവിടെ വൈശ്യസംഘം അനിവാര്യമാണ്. തീർച്ചയായും സ്വാമിജി, അങ്ങനെ അതൊരു വല്ലാത്തൊരു ഇമേജായി നമുക്ക് അനുഭവമില്ലാത്തതുകൊണ്ടാണ്. അത് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭവമാണ് തോന്നുന്നത്. എൻ്റെ താഴെ ലോകത്തിന് മുഴുവൻ സേവ ചെയ്തൊരുത്തൻ നടക്കുകയാണ്. അവനും വസ്ത്രം വേണം, അവനും ആവശ്യങ്ങളുണ്ട്. നീ ഒട്ടും അല്ലൽപ്പെടണ്ട, നിൻ്റെ കാര്യം ഞാൻ നോക്കിയിരിക്കും. അവിടെയും വൈശ്യസംഘത്തിൻ്റെ കരങ്ങൾ അനിവാര്യമാണ്. ഈ ലോകം നിലനിൽക്കുന്നത് അറിവിലാണെങ്കിൽ വിദ്യാഭ്യാസം എന്നത് വലിയൊരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ചെലവുകൾ, ഇരുന്നെഴുതാനുള്ള സാമഗ്രികൾ, മിനിമം പേപ്പർ, എഴുതാനുള്ള പേന, അത്യാവശ്യം പുസ്തകമിട്ടുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ വേണ്ടുന്ന സഞ്ചി, കൊട തുടങ്ങിയുള്ളവയൊക്കെ ആവശ്യമാണ്. അതിന് നിന്റെ അച്ഛൻ അറിവുള്ളവൻ പുറകെ നടക്കണ്ട. അതിന് നീ അല്ലൽ വിചാരിക്കണ്ട. നീ പഠിച്ചിട്ട് വരുമ്പോൾ നിനക്കുള്ള അന്നം ഇവിടെ റെഡിയാണ്. അതിനുള്ള ഛാത്ര ആവാസ്, കുട്ടികൾക്ക് താമസിക്കാനുള്ള സ്ഥലം, അവർക്കുള്ള അന്നക്ഷേത്രം, ഇവയെല്ലാം ഞാൻ തന്നുകൊള്ളും. ഇവിടെ കച്ചവടം ലാഭനഷ്ടങ്ങളുടെ കണക്കുകളിലല്ല, തീർച്ചയായും ധർമാനുസൃതമാണ്. പാശ്ചാത്യമായ വൈശ്യ സംസ്കൃതി ചൂഷണത്തിൻ്റെ കരങ്ങളിൽ മാത്രമാണ് വളർന്നത്. ആവശ്യം അവിടെ ഒരു ഘടകമല്ല. മനസ്സിലായി സ്വാമിജി. അവിടെ വികാരം ഒരു ഘടകമാണ്. വികാരത്തിന് അനേക മുഖങ്ങളുണ്ട്, അനേക തലങ്ങളുണ്ട്, അനേക പ്രദേശങ്ങളുണ്ട് ശരീരത്തിൽ തന്നെ. പറയൂ സ്വാമിജി. ഇന്ദ്രിയങ്ങളെല്ലാം വികാരപരമായി ഉത്തേജിപ്പിക്കാൻ കഴിയും. ഇന്ദ്രിയങ്ങളെയെല്ലാം വിചാരപരമായി ശാന്തമാക്കാൻ കഴിയും. അങ്ങനെയാണ് സ്വാമിജി വിദ്വേഷണയെക്കുറിച്ച് പറയുമ്പോൾ, ലൈംഗികതയെക്കുറിച്ച് പറയുമ്പോൾ തലച്ചോറിലാണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞത്. തീർച്ചയായും വികാരപരതയിൽ ആവശ്യം, അനാവശ്യം, അത്യാവശ്യം എന്നതിനെയെല്ലാം മാറ്റിമറിക്കാൻ കഴിയും. വിചാരത്തിൻ്റെ ലോകത്ത് മാറ്റിമറിക്കാൻ കഴിയില്ല. ശരിയാണ് സ്വാമിജി. വിചാരത്തിൻ്റെ ലോകം വൈശ്യ സംസ്കൃതി സ്വീകരിക്കുമ്പോഴാണ് ലോകത്ത് ശാന്തി ഉണ്ടാകുന്നത്. വികാരത്തിൻ്റെ ലോകമെടുത്ത് വൈശ്യ സംസ്കൃതി നടമാടുമ്പോഴാണ് ലോകത്ത് ഭീകരതയും അശാന്തിയും ഒക്കെ സംജാതമാകുന്നത്. വൈശ്യ സംസ്കൃതിക്ക് ഈ രണ്ടും കളിക്കാൻ ഇടമുണ്ട്. നിങ്ങളുടെ കണ്ണ്, മൂക്ക് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളെയും നിങ്ങളുടെ കോശങ്ങളെയും വൈശ്യ സംസ്കൃതിയുടെ തലത്തിൽ കളിക്കാനറിയുന്ന ആധുനികനായ ഒരു പാശ്ചാത്യ കച്ചവടക്കാരന് ഉത്തേജിപ്പിക്കുവാനും ആവശ്യമില്ലാത്തത് അത്യാവശ്യമാണെന്ന് ധ്വനിപ്പിക്കുവാനും അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതം കളയുവാനും അന്യൻ്റെ ജീവിതം കളയുവാനും നിങ്ങളും നിങ്ങളോടൊപ്പമുള്ളവരും സമ്പാദിച്ചത് മുഴുവൻ അടിച്ചെടുക്കുവാനും കഴിയും. ഒരു വല്ലാത്തൊരു കളിയാണ് സ്വാമിജി ഇന്ന് നടക്കുന്നത്. അതിലേറ്റവും സാധ്യത കച്ചവട രംഗത്തുള്ള ഒന്നാണ് ലൈംഗികത.
മനസ്സിലായി സ്വാമിജി. അത് വ്യക്തിയുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ എത്ര കളയും. സ്വാമിജി അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ടൊരു വ്യക്തമാകുന്നത്, പരസ്യം, ഇവരൊക്കെ ആശ്രയിക്കുന്ന പരസ്യത്തിൽ സെക്സിൻ്റെ അതിപ്രസരമാണ്. ചില്ലറയൊന്നുമല്ല സ്വാമിജി. മനസ്സിലായി സ്വാമിജി. സ്വാമിജി ഒരിക്കൽ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു, ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ വെബിൻ്റെ ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടു പോകുന്നത്. വളരെ അടുക്കിൽ നമ്മളിത് ചിന്തിക്കുകയാണെങ്കിൽ വികാരത്തിൻ്റെ 3 തലങ്ങളാണ് ഏഷണാത്രയം എന്ന് നമ്മൾ പറഞ്ഞത്. നമ്മളുടെ വൈകാരികതയുടെ വ്യക്തി എന്ന തലത്തിൽ വ്യക്തമായ നമ്മളെ സാന്ത്വനിപ്പിച്ചു കൊണ്ടുപോകുവാനും നശിപ്പിച്ചടുക്കുവാനുമുള്ള 3 ഏഷണങ്ങളാണ് നമ്മോടൊപ്പം ഉള്ളത്. അതിനെ ചെറുപ്പത്തിലേ അറിയണം. 3 വ്യത്യസ്ത ഏഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ ശക്തമായും വളരെ സുദൃഢമായും നമ്മോടൊപ്പം ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. അങ്ങേയറ്റം ശ്രദ്ധിച്ചാലാണ് പലപ്പോഴും നമുക്ക് അത് ബോധ്യപ്പെടുക. എവിടെയാണ് ഈ ഏഷണങ്ങളുടെ കിടപ്പ്? എത്രയാണ് ഈ ഏഷണങ്ങൾ നമ്മെ വലയ്ക്കുന്നത്? ഏത് തരത്തിലാണ് അതിൻ്റെ പോക്ക്? എങ്ങനെയാണ് ഇത് വികസിച്ച് പരിണമിക്കുന്നത് എന്നെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ആ തിരിച്ചറിവ് പലപ്പോഴും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിലില്ല. ഏഷണാത്രയങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയാൽ ദാരേഷണ, പുത്രേഷണ, വിത്തേഷണ. ദാരേഷണ, പുത്രേഷണ ഒന്നിച്ച്. വിത്തേഷണ ധനത്തിനുള്ള ആഗ്രഹം. 3 ലോകേഷണ. വികാരത്തിൻ്റെ 3 രതികൾ ഉണ്ടാക്കുന്ന ലോകമായത്. ഇത് 3 രതിയാണ് ഉണ്ടാക്കുന്നത്. 3 സെക്സാണ്. വല്ലാത്തൊരു രതി, വല്ലാത്തൊരു ആനന്ദമാണ് ചിലർക്ക് പണം കണ്ടു കഴിഞ്ഞാൽ. ഏത് വിധത്തിലും അത് സമ്പാദിക്കാനുള്ള പ്രവണതയുണ്ട്. അതിൽ രതിയുള്ള ഒരുവനെ എടുത്താൽ ദാരേഷണ, പുത്രേഷണ രണ്ടും ഒന്നാ. മനസ്സിലായി സ്വാമിജി. ദാരം എന്ന് പറഞ്ഞാൽ ഭാര്യ, പുത്രൻ, ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന. ഇതുണ്ടാകുന്നത് രതിയിൽ നിന്നാണ്. ഇതിൻ്റെ അണ്ടർ കറണ്ട് സെക്സാ. സെക്സ് ഇല്ലാതെ പുത്രൻ ജനിക്കില്ല. തീർച്ചയായും സ്വാമിജി. സെക്സിൻ്റെ തലങ്ങൾ രഥമാകാതെ ഭാര്യാഭർത്തൃബന്ധം സജീവമായി നിലനിൽക്കില്ല. എവിടെ സ്ത്രീയും പുരുഷനും പ്രേമം, സ്നേഹം, കൂട്ടായ്മ, അനുസരണ, സഹവർത്തിത്വം, പരസ്പര സഹായം ഇവയെല്ലാം ഉണ്ടാകണോ, അതിനെ വളരെ സജീവമായി നിലനിർത്തുന്നത് രതിയാണ്, സെക്സാണ്. പല സങ്കല്പങ്ങളും പൊളിച്ച് അടുക്കി വെക്കേണ്ടത്. അത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ സ്നേഹമാണെന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്. വിദ്യാഭ്യാസം വഞ്ചനയായി മാറുന്നവന് മാത്രമേ. അങ്ങനെയൊന്നും അല്ല സ്നേഹം നിൽക്കുന്നത്. അല്ലാത്ത സ്നേഹത്തിന് എന്തിനീ കഷ്ടപ്പെട്ട് ഇത്രയും പരിപാടിക്ക് പോകണം? അവനവനിൽ ആനന്ദം അനുഭവിക്കുവാൻ തയ്യാറായി കഴിഞ്ഞവനെ ഇതിനെല്ലാം ചുമക്കാൻ നടക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല സ്വാമിജി. എന്നിൽ എൻ്റെ ആനന്ദം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്തിനു വേറൊന്നിനെ ചുമക്കണം? ആവശ്യമില്ല സ്വാമിജി. അങ്ങനെ ഒന്നിനെ ചുമക്കുന്നുണ്ടെങ്കിൽ എന്നിലൊരു രതി കിടപ്പുണ്ട്.
ആ രതി എൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. അതെന്നെ പ്രിയങ്ങളിൽ വെച്ച് കാര്യങ്ങളെ കണക്കുകൂട്ടാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. തെറ്റുകൾ പലതും ശരിയാണെന്ന് എന്നെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ശരികൾ പലതും തെറ്റാണെന്ന് എനിക്ക് വ്യാഖ്യാനിക്കേണ്ടി വരുന്നുണ്ട്. ലോകത്തേതൊരുത്തനാണ് ദീർഘകാല നൈരന്തര്യമുള്ള ശാരീരികമായ തലങ്ങളിലേക്ക് വികസിച്ചിട്ടുള്ള പ്രേമത്തിൻ്റെയും കാമത്തിൻ്റെയും അടുത്ത് അതിനെ നിരാകരിച്ചുകൊണ്ട് സത്യമാണെന്ന് തോന്നുന്ന ഒന്ന് ആ സാന്നിധ്യത്തിലിരുന്ന് പറയാൻ തൻ്റെ ഇടം കിട്ടുക. ഭരണാധികാരികൾ പരിഷ്കൃതാശയന്മാർ മതത്തിൻ്റെ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്നവർ ഇവരെയൊക്കെ ഇവർക്ക് കാമമുള്ള മേൽപ്പടിയാൻ ആ പറയപ്പെട്ടയാൾ സ്ത്രീയാണെങ്കിൽ പുരുഷൻ, പുരുഷനാണെങ്കിൽ സ്ത്രീ, അവരുടെ നിയന്ത്രണത്തിലല്ലാതെ ഒരു വാക്ക് പറയുമോ? അവരുടെ സാന്നിധ്യത്തിൽ സാധ്യത കുറവാണ് സ്വാമിജി. അവരുടെ സാന്നിധ്യം സങ്കല്പിക്കുമ്പോൾ ഞാനും അങ്ങും ഇരുന്ന് ചർച്ച ചെയ്യുന്നു ഒരു കാര്യം. അങ്ങയുടെ കമിതാവിനെ ഭാര്യയോ ഭാര്യ അല്ലാതൊരു കമിതാവായൊരു സ്ത്രീയോ രണ്ടും കൂടിയോ ഉണ്ടാകട്ടെ, അതിൽ പ്രിയം നിലനിൽക്കുന്നിടത്തോളം കാലം അവരെ അങ്ങയിൽ നിന്ന് അകറ്റും എന്ന് തോന്നുന്ന വാക്ക്, പ്രവൃത്തി, ശരീരഭാഷ ഏതെങ്കിലും ഉണ്ടാകാൻ അങ്ങയുടെ അബോധം അനുവദിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരിക്കലില്ല സ്വാമിജി. ബോധം അനുവദിച്ചാൽ പോലും എനിക്ക് പറയാനാവില്ല. അതിനെ നിയന്ത്രിച്ചു വെച്ചുകൊണ്ട് അബോധം അക്രാമികമായി ബോധത്തിന് മേൽ നിയന്ത്രണമേറ്റെടുക്കുമോ? തീർച്ചയായും. ഞാൻ ആലോചിക്കുകയാണ് സ്വാമിജി, ഇത്രയും വളരെ ഷാർപ്പായിട്ട് ഈ ഒരു ബന്ധത്തിൻ്റെ, ഈ ഒരു സെക്സിൻ്റെ ഈ ഒരു വഴിയിലൂടെ തികച്ചും സ്വാമി പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത്രയും പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്ന ഒരുപാട് ചിന്തകൾ, ഈ ഒരു മേഖലയിൽ വളരെ പരീക്ഷണങ്ങൾ നടത്തുന്നു പറഞ്ഞിട്ടുണ്ടായ ഒരുപാട് മഹാവ്യക്തികളുടെ ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ, ഒരുപാട് സന്യാസി വര്യന്മാർ, ഒരുപാട് പൊളിറ്റീഷ്യൻസ്, ഒരുപാട് ആദർശ ധീരന്മാർ, ഇവരൊക്കെ എങ്ങനെയാണ് ഇതിനെ മറികടന്നിരിക്കുക? മറികടക്കുക അല്ലെങ്കിൽ കടന്നു എന്ന് പറയുന്നത് സത്യമായിരിക്കുമോ എന്ന് പോലും തോന്നിപ്പോവാണ് സ്വാമിജിയുടെ വാക്കുകളിലൂടെ കടന്നു പോകും. അല്ലാതെ ആലോചിച്ച് നോക്കുക, തീർച്ചയായും രാഷ്ട്രങ്ങളെ തകിടം മറിച്ചിട്ടുള്ളത്, അതെ, നല്ലൊരു കാലഘട്ടം വരെ ചെയ്തു കൂട്ടി വന്ന ധർമ്മങ്ങളെ എടുത്തെറിഞ്ഞിട്ടുള്ളത്, ഓക്കെ, തൻ്റെ കാമം ഏതൊന്നിലാണോ കിടക്കുന്നത് ആ പുരുഷനിൽ, ആ സ്ത്രീയിൽ, ആ ധനത്തിൽ, ആ യശസ്സിൽ 3 രതിയാണ്. അത് 2 നമുക്ക് പ്രകടമായ ചർച്ചയ്ക്ക് ഇവിടെ ഇല്ല, എങ്കിലും നമുക്ക് ചർച്ച ചെയ്യണം. ധനവും യശസ്സും. രോഗത്തിലേക്ക് പോകുമ്പോൾ ഇവയെല്ലാം പങ്കുവഹിക്കുമെങ്കിലും ഏറ്റവും പ്രകടമായി ശാരീരികമായി പങ്കുവഹിക്കുന്നത് ലൈംഗികത, ധാരേഷണ പുത്രേഷണ അടങ്ങുന്ന ലൈംഗികതയാണ്, അതിലൈംഗികതയാണ്.
നമ്മുടെ ഒരു അബോധം ബോധത്തെ കൂടി ഭരിക്കുന്ന അതിശക്തമായ